സിനിമാ തിരക്കുകളിൽ പെടാതെ സെലിബ്രിറ്റി ലൈഫിൽ നിന്നും മാറി ഏറെ ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ. പ്രണവ് സ്പെയിനിലെ ഫാമിൽ കുതിരയെയോ ആടിനെയോ നോക്കുകയായിരിക്കുമെന്ന് സുചിത്ര മോഹൻലാൽ പറഞ്ഞത് ഏറെ ചർച്ചയായിരുന്നു. അച്ഛൻ മോഹൻലാലിനെ കാണാനെത്തിയ പ്രണവിനെ സുരക്ഷാ ജീവനക്കാർ തടഞ്ഞുവച്ചതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് ഇപ്പോൾ. ബറോസിൻ്റെ ഷൂട്ടിനിടെയാണ് ഈ സംഭവം. സ്പെയിനിൽ ബറോസിൻ്റെ ചിത്രീകരണം നടക്കുന്ന സ്ഥലത്ത് അച്ഛൻ മോഹൻലാലിനെ കാണാൻ പ്രണവ് ഊബറിൽ വന്നിറങ്ങുന്നു. പതിവ് പോലെ വളരെ ലളിതമായ വേഷത്തിലായിരുന്നു പ്രണവ്. ഇതുകണ്ട സെക്യൂരിറ്റിക്കാരൻ പ്രണവിനെ തടഞ്ഞു. ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ആരെയും കടത്തിവിടരുതെന്ന് മോഹൻലാലിൻ്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഇക്കാരണത്താലാണ് സെക്യൂരിറ്റി പ്രണവിനെ തടഞ്ഞത്. പ്രണവ് ആരാണെന്നും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. ആരെ കാണാൻ വന്നതാണെന്ന സെക്യൂരിറ്റിയുടെ ചോദ്യത്തിന് അച്ഛനെ കാണാനാണ് വന്നതെന്നായിരുന്നു പ്രണവിൻ്റെ മറുപടി. എന്നാൽ യാതൊരു കാരണവശാലും അകത്ത് കയറാൻ സാധിക്കില്ലെന്ന് സെക്യൂരിറ്റി അദ്ദേഹത്തെ അറിയിച്ചു. തിരിച്ചൊന്നും പറയാതെ പ്രണവ് അവിടെ തന്നെ തിരിച്ചുകൊണ്ട് നിലയുറപ്പിച്ചു. ആരെയും കാണാൻ സാധിക്കില്ല, തിരിച്ചു പൊയ്ക്കോളൂ എന്ന് സെക്യൂരിറ്റി പറഞ്ഞിട്ടും പ്രണവ് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. കുറേയധികം സമയം ഇങ്ങനെ നിന്നു കഴിഞ്ഞപ്പോൾ സംശയം തോന്നിയ സെക്യൂരിറ്റി ഗേറ്റിന് പുറത്ത് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ ഒരു പയ്യൻ വന്ന് നിൽപ്പുണ്ടെന്ന് ഷൂട്ടിംഗ് സംഘത്തെ അറിയിച്ചു. ഇവിടുത്തെ ആരുടെയെങ്കിലും മകനാണ് എന്ന് വന്ന് നോക്കാനും പറഞ്ഞു. ഇത് കേട്ട് അന്ന് ഷൂട്ടിംഗ് സംഘത്തിലുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറും സംവിധായകനുമായ അനീഷ് ഉപാസന വന്ന് നോക്കുമ്പോഴാണ് അത് പ്രണവാണെന്ന് മനസ്സിലായത്. പ്രണവ് ആരാണെന്ന് പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഞെട്ടിപ്പോയി എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത്.